വെൽക്കം ടു ലേൺ വിത്ത് സുവിത. ലേൺ വിത്ത് സുവിതയുടെ മറ്റൊരു ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നെക്സ്റ്റ് ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അപ്പോൾ ബ്ലഡും ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, ദെൻ അതുമായി ബന്ധപ്പെട്ട ECG, ദെൻ ഡിസീസസ്, അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഭാഗമായതുകൊണ്ട് തന്നെ വളരെ ഒരു ഷോർട്ടായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രം, എക്സ്പ്ലനേഷൻ മാത്രമാണ് നൽകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പുസ്തകവും പേനയും എല്ലാം എടുത്ത് ഫസ്റ്റ് ഇയർ നോട്ട് പുസ്തകവും ടെക്സ്റ്റ് പുസ്തകവും എല്ലാം അടുത്ത് വെച്ച് ക്ലാസ് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നു. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. നോക്കൂ, അതിൽ പഠിക്കുന്നത് ബ്ലഡ് എന്താണ്? ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലേ? സ്പെഷ്യലൈസ്ഡ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡിൻ്റെ കോമ്പോസിഷനിൽ എന്തെല്ലാം വരും? പ്ലാസ്മയും ഫോംഡ് എലമെൻസും അല്ലേ? ബ്ലഡ് പ്ലാസ്മയും ഫോംഡ് എലമെൻസും ആണ് ബ്ലഡിൻ്റെ കമ്പോണൻസ്. അതിൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂയിഡ് പോർഷനാണ് പ്ലാസ്മ. യെസ്. ദെൻ അതിൻ്റെ കളർ സ്ട്രോക്ക് കളർ എന്ന് പറഞ്ഞാൽ വൈക്കോലിൻ്റെ കളർ. ദെൻ പ്ലാസ്മയിലെ ഏകദേശം 55% അല്ല, പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ ഏകദേശം 55% ആണ് പ്ലാസ്മ. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 45%. അപ്പോൾ ആ 45% ഏതായിരിക്കും? ഫോംഡ് എലമെൻറ്റ്സ് അല്ലേ? ബ്ലഡിൽ 55% പ്ലാസ്മയും 45% ഫോംഡ് എലമെൻസും ആണ് ബ്ലഡ്. ആ 55% പ്ലാസ്മയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്ലാസ്മ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പോർഷനാണ്. അപ്പോൾ ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മേജർ കണ്ടന്റ് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും അല്ലേ? അപ്പം 90 to 92% ഓഫ് പ്ലാസ്മ ഇസ് വാട്ടർ. 92% പ്ലാസ്മയിൽ വെള്ളമാണ്. ദെൻ ഏകദേശം 6 മുതൽ 8% പ്ലാസ്മയിൽ പ്ലാസ്മ പ്രോട്ടീൻസ് കാണാം. ആ പ്രോട്ടീൻ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ഓക്കെ, ഈ ആൽബുമിൻ എന്തിനാ സഹായിക്കുക? ഫങ്ഷൻ, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് ബാലൻസ്. ദെൻ ഗ്ലോബുലിൻ എന്തിനാ? ഇമ്മ്യൂണിറ്റി അല്ലേ? ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കേട്ടിട്ടുണ്ടാവും. ദെൻ ഫൈബ്രിനോജൻ എന്തിനാ സഹായിക്കുക? ബ്ലഡ് ക്ലോട്ടിങ്. അപ്പം മെയിനായിട്ട് വാട്ടർ, പിന്നെ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്, പിന്നെ ഏകദേശം 1% ഓർഗാനിക് സബ്സ്റ്റൻസസും ഇനോർഗാനിക് സബ്സ്റ്റൻസും ഉണ്ട്. ഇത്രയും ഉൾപ്പെടുന്നതാണ് പ്ലാസ്മ. ക്ലിയർ? അപ്പോൾ അടുത്ത ഫോംഡ് എലമെൻസിലേക്ക് പോകുന്നത് നമ്മൾ രണ്ടാമത്തെ കമ്പോണൻറ്റ് ഫോംഡ് എലമെൻറ്റ്സ്. അപ്പോൾ നേരത്തെ 55% പ്ലാസ്മ എന്ന് പറഞ്ഞു, ഇവിടെ 45% ഫോംഡ് എലമെൻറ്റ്സ് ആണ്. ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ബ്ലഡ് സെൽസ് തന്നെയാണ്. ആ ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? എറിത്രോസൈറ്റ് ഓർ RBC, ല്യൂക്കോസൈറ്റ് ഓർ WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, ഫോംഡ് എലമെൻറ്റ്സിൽ 3 ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ്. ദെൻ നോക്കൂ, ബ്ലഡ്, പ്ലാസ്മയും ഫോംഡ് എലമെൻറ്റ്സും. പ്ലാസ്മ 55%, ഫോംഡ് എലമെൻറ്റ്സ് 45%. പ്ലാസ്മയിൽ 91% വാട്ടർ, 9% ഡിസോൾവ്ഡ് മെറ്റീരിയൽസ്, പ്രോട്ടീൻസ് ഉണ്ട്, ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ട്. ദെൻ ഫോംഡ് എലമെൻറ്റ്സിൽ RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. WBCനെ അഗെയിൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഗ്രാനുലോസൈറ്റ് ആൻഡ് എഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് ആ പേരിൽ തന്നെ ഉണ്ട്, എന്ത്? ഗ്രാന്യൂൾ. സൈറ്റോപ്ലാസത്തിൽ ഗ്രാന്യൂൾ കാണുന്നതാണ് ഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് 3 ടൈപ്പ്: ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ബേസോഫിൽ. എഗ്രാനുലോസൈറ്റ് 2 ടൈപ്പ്: ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ്. ക്ലിയർ? അപ്പോൾ ഫോംഡ് എലമെൻറ്റ്സിൽ 3 ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ്. അതിൽ WBCനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: ഗ്രാനുലോസൈറ്റ്, എഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് 3 ടൈപ്പ്: ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ബേസോഫിൽ. എഗ്രാനുലോസൈറ്റ്
ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഓഡ് വണ്ണിനെ സെലക്ട് ചെയ്യാനുള്ള രീതിയിൽ. അപ്പം 3 ഗ്രാനുലോസൈറ്റും ഒരു എഗ്രാനുലോസൈറ്റും ഒക്കെ തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നോക്കൂ, നമ്മുടെ പറഞ്ഞ ഓരോ ഫോംഡ് എലമെൻസിൻ്റെയും ക്യാരക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്. ആർ ബി സിയുടെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 5 to 5.5 മില്യൺ പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ്. 1 മില്ലിമീറ്റർ ക്യൂബിൽ 5 മുതൽ 5.5 മില്യൺ വരെ കാണാം. ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി 120 ദിവസം. ആർ ബി സിയുടെ പ്രത്യേകത എന്താ? അഡൽട്ട് മെച്യൂർ മമേലിയൻ ആർ ബി സി ഈസ് നോൺ ന്യൂക്ലിയേറ്റഡ്, ന്യൂക്ലിയസ് ആബ്സെൻ്റ് ആണ്. ആർ ബി സിയുടെ ഫങ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ദെൻ ആർ ബി സി ഒറിജിനേറ്റ് ചെയ്യുന്നത് റെഡ് ബോൺ മാരോ. ക്ലിയർ? അപ്പോൾ ഈ ഒരൊറ്റ ഒന്നിലെ ആർ ബി സിയുടെ മൊത്തം നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ. റെഡ് കളറാണ്, അതിൻ്റെ കൗണ്ട് 5 to 5.5 മില്യൺ പെർ മില്ലിമീറ്റർ ക്യൂബാണ്. ലൈഫ് സ്പാൻ 120 ഡേയ്സ് ആണ്. ന്യൂക്ലിയസ് ആബ്സെൻറ്റ്. ഫങ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ദെൻ ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം റെഡ് ബോൺ മാരോ. അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് പറയാം? WBC, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലേ? ല്യൂക്കോസൈറ്റ്. ല്യൂക്കോസൈറ്റ് വൈറ്റ് ആണെങ്കിലും നമ്മൾ കളർ പറയുമ്പോൾ കളർലെസ്. അതായത് ഏകദേശം 6000 to 8000 പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ്. ലൈഫ് സ്പാൻ 1 മുതൽ 15 ദിവസം വരെ. ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് വ്യത്യസ്ത WBCയെ തിരിച്ചറിയാം. ദെൻ ഫങ്ഷൻ WBC ആവുമ്പോൾ എന്തായിരിക്കും? ബോഡി ഡിഫൻസ്, ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്നു. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിൽ നിന്നോ ലിംഫിൽ നിന്നോ. ഓക്കെ, ദെൻ പ്ലേറ്റ്ലെറ്റ്സ് കളർലെസ് ആണ്. 1,50,000 to 3,50,000 പെർ മില്ലിമീറ്റർ ക്യൂബ്. ലൈഫ് സ്പാൻ 7 ഡേയ്സ്. ന്യൂക്ലിയസ് ആബ്സെൻറ്റ്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുക. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് റെഡ് ബോൺ മാരോ. ഓക്കെ, ഈ ഒരൊറ്റ കോളം പഠിച്ചാൽ ഏകദേശം ഒരു മാച്ച് ദ ഫോളോയിങ്ങിനുള്ള ആൻസർ കിട്ടും. ഓക്കെ, ദെൻ ഇതേപോലെ കോളം നോക്കൂ. ക്യാരക്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് WBC. ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. ഇതിൻ്റെ പേഴ്സൻറ്റേജ് തരും. ദെൻ അതിൻ്റെ ആ WBCയുടെ നെയിമോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനോ എഴുതാൻ 3 കോളമായിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ WBC നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു? ഗ്രാനുലോസൈറ്റും എഗ് ഗ്രാനുലോസൈറ്റും. ഗ്രാനുലോസൈറ്റിൽ വരുന്നതാണ് ഈ ഫസ്റ്റ് 3 ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ബേസോഫിൽ. എഗ് ഗ്രാനുലോസൈറ്റിൽ വരുന്നതാണ് മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ന്യൂട്രോഫിൽ ഏകദേശം 60 to 65% ന്യൂട്രോഫിലാണ്. അതിൻ്റെ ലൈഫ് സ്പാൻ 3 to 5 ഡേയ്സ്. ന്യൂക്ലിയസ് മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. ദെൻ ഫങ്ഷൻ ഫാഗോസൈറ്റോസിസ്. ഫോറിൻ സബ്സ്റ്റൻസിനെ ഫാഗോസൈറ്റോസിസ് നടത്തുന്നത് ന്യൂട്രോഫിൽസ് ആണ്. ഓക്കെ, ഈ പേഴ്സൻറ്റേജും ലൈഫ് സ്പാനും ഫങ്ഷനും എപ്പോഴും മാച്ച് ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ. ദെൻ ആ WBCയുടെ പേര് നോക്കുക. ഈസ്നോഫിൽ പെർസെൻറ്റേജ് 2 to 3%. ലൈഫ് സ്പാൻ 8 to 12 ഡേയ്സ്. ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബൈലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. ഫങ്ഷൻ എഗെയിൻ ഇതുപോലെ തന്നെ ഫാഗോസൈറ്റോസിസ് ആൻഡ് ഡീടോക്സിഫിക്കേഷൻ. ബേസോഫിൽ നോക്കൂ, 0.5 to 1% ആണ്. ഏറ്റവും കുറഞ്ഞ WBC ആണ് ബേസോഫിൽ. 1% മാത്രമേ കാണുന്നുള്ളൂ. 10 to 15 ഡേയ്സ് ഓഫ് ലൈഫ് സ്പാൻ. ദെൻ ന്യൂക്ലിയസ് S-ഷേപ്ഡ് ന്യൂക്ലിയസ്. അത് ഹെൽപ്പ് ചെയ്യുന്നത് അലർജിക് റിയാക്ഷൻ്റെ സമയത്ത് ബേസോഫിൽസ് ആണ് സഹായിക്കുക. ഓക്കെ, ദെൻ മോണോസൈറ്റ് നോക്കൂ. മോണോസൈറ്റ് ആണ് ലാർജസ്റ്റ് WBC. അതിൻ്റെ പേഴ്സൻറ്റേജ് 5 to 6% ആണ്. ലൈഫ് സ്പാൻ 2 to 5 ഡേയ്സ്. ന്യൂക്ലിയസ് കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ്.
then function phagocytosis, then lymphocyte, ഏറ്റവും ചെറിയ WBC, smallest WBC 20 to 25% WBCയിൽ രണ്ടാമത്തെ പൊസിഷൻ ലിംഫോസൈറ്റിനാണ്. then 1 to 2 days ആണ് ലൈഫ് സ്പാൻ. ന്യൂക്ലിയസ് റൗണ്ടഡ് ന്യൂക്ലിയസ് ആണ്. ലിംഫോസൈറ്റിൻ്റെ ഫങ്ഷൻ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് WBCs. ക്യാരക്ടേഴ്സ് പഠിക്കുക, ഓരോ WBC പഠിക്കുക. ഈ 3 ഗ്രാനുലോസൈറ്റ് ആണ് എന്നറിയുക. ഇത് രണ്ടും എഗ് ഗ്രാനുലോസൈറ്റ്. പെർസെൻറ്റേജ് നോക്കി വയ്ക്കുക, ഫങ്ഷൻ നോക്കി വയ്ക്കുക. ഓക്കെ, ദെൻ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് നെക്സ്റ്റ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ AB, AB ആൻഡ് O. ഓക്കെ, 4 ബ്ലഡ് ഗ്രൂപ്പ്: A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ് ആൻഡ് O ഗ്രൂപ്പ്. അപ്പോൾ A ഗ്രൂപ്പ് എന്നുള്ള പേര് വരാൻ കാരണം അതിൽ ശ്രദ്ധിക്കുക, ആൻറ്റിജൻ A ആണ്. RBCയുടെ മേലെയുള്ള ആൻറ്റിജൻ A ആണ്. അപ്പോൾ B ഗ്രൂപ്പിലെ ആൻറ്റിജൻ എന്താണ്? B ആൻറ്റിജൻ. AB ഗ്രൂപ്പിൽ എന്തുണ്ടായിരിക്കും? 2 ആൻറ്റിജൻ, Aയും Bയും ആൻറ്റിജൻ ഉണ്ടായിരിക്കും. O ഗ്രൂപ്പിൽ എന്താണ്? ആൻറ്റിജൻ ആബ്സെൻറ്റ്, നിൽ. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്ന ഗ്രൂപ്പിൽ A ആൻറ്റിജൻ. A ആൻറ്റിജൻ ആവുമ്പോൾ ആൻറ്റിബോഡി എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ആൻറ്റിബോഡി B ആണ്. A ആൻറ്റിജന് ആൻറ്റിബോഡി B ആണ്. B ആൻറ്റിജൻ അപ്പോൾ എന്തായിരിക്കും? ആൻറ്റിബോഡി A. ABയിൽ എന്തായിരിക്കും? 2 ആൻറ്റിജൻ ഉള്ളത് കൊണ്ട് തന്നെ ആൻറ്റിബോഡീസ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഒരു ആൻറ്റിജനും ഇല്ല O ഗ്രൂപ്പിൽ. അപ്പോൾ ആൻറ്റിബോഡീസ് 2 ആൻറ്റിബോഡീസും, ആൻറ്റിബോഡി Aയും ആൻറ്റിബോഡി Bയും ഉണ്ട്. ഓക്കെ, ദെൻ A ഗ്രൂപ്പിന് ആരിൽ നിന്നെല്ലാം ബ്ലഡ് സ്വീകരിക്കാം? അല്ല, റെസിപ്പിയൻ. A ഗ്രൂപ്പിന് ആർക്കെല്ലാം കൊടുക്കാം? Aയ്ക്കും ABയ്ക്കും കൊടുക്കാം. ദെൻ ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം? Aയിൽ നിന്നും Oയിൽ നിന്നും സ്വീകരിക്കാം. B ഗ്രൂപ്പിനോ? B ഗ്രൂപ്പിനും AB ഗ്രൂപ്പിനും കൊടുക്കാം. B ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം. ABയുടെ പ്രത്യേകത എന്താ? AB ഗ്രൂപ്പിന് മാത്രം കൊടുക്കാം, എല്ലാ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം. A ഗ്രൂപ്പിൽ നിന്നും B ഗ്രൂപ്പിൽ നിന്നും AB ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം. അതുകൊണ്ട് AB ഗ്രൂപ്പിനെ എന്തറിയപ്പെടും? യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്, സാർവത്രിക സ്വീകർത്താവ്. എല്ലാ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാവുന്നത് കൊണ്ട് സ്വീകർത്താവ്, സാർവത്രിക സ്വീകർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് AB ഗ്രൂപ്പ്. ഇനി O ഗ്രൂപ്പിന് ആർക്കൊക്കെ കൊടുക്കാം? O ഗ്രൂപ്പിന് എല്ലാ ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. Aക്ക് കൊടുക്കാം, Bക്ക് കൊടുക്കാം, AB ഗ്രൂപ്പുകാർക്ക് കൊടുക്കാം, O ഗ്രൂപ്പുകാർക്കും കൊടുക്കാം. അതുകൊണ്ട് O ഗ്രൂപ്പുകാർ അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഡോണേഴ്സ്. ദെൻ ആരിൽ നിന്ന് സ്വീകരിക്കാം? O ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് ശ്രദ്ധിക്കുക. A എന്ന് പറയുമ്പോൾ ആൻറ്റിജൻ A ആണ്, ആൻറ്റിബോഡി B ആണ് എന്നാലോചിക്കുക. B ആൻറ്റിജൻ A, ആൻറ്റിബോഡി A. ABയിൽ 2 ആൻറ്റിജനും Oയിൽ ആൻറ്റിജൻ ഇല്ല. ദെൻ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് RH ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താണ് RH ഇൻകോമ്പാറ്റിബിലിറ്റി? നമ്മൾക്കറിയാം 2 RH പോസിറ്റീവും RH നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഈ RH ഇൻകോമ്പാറ്റിബിലിറ്റി എപ്പോഴാണ് വരുന്നത്? മദർ RH നെഗറ്റീവാണ്, അമ്മ RH നെഗറ്റീവും അച്ഛൻ RH പോസിറ്റീവും ആയാൽ അവരുടെ ഫസ്റ്റ് കുട്ടി RH പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് RH ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണെന്ന് പറയാം. അമ്മ RH നെഗറ്റീവ്, അച്ഛൻ RH പോസിറ്റീവ്, ഫസ്റ്റ് ചൈൽഡ് RH പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അമ്മയുടെ ശരീരത്തിൽ ഈ RH പോസിറ്റീവിനെതിരെ ആൻറ്റിബോഡി ഫോം ചെയ്യും. അമ്മയുടെ ശരീരത്തിലാണ് കുഞ്ഞ് വളരുന്നത് അല്ലേ? യൂട്രസിനകത്ത് കുഞ്ഞ് വളരുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ ഈ RH പോസിറ്റീവിനെതിരെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി
ആ RH ആൻറ്റിബോഡിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡെലിവറി, ആദ്യത്തെ ഈ പോസിറ്റീവ് ആയ ചൈൽഡിന് പ്രശ്നമൊന്നുമില്ല, ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിയുന്നതോടുകൂടി അമ്മയുടെ ശരീരത്തിൽ എന്തുണ്ടായി? RH ആൻറ്റിബോഡീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ RH ആൻറ്റിബോഡീസ് ഉണ്ടായത് എന്ത് ചെയ്യും? ഇനി അമ്മ നെക്സ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഇതേപോലെ ഒരു RH പോസിറ്റീവ് ചൈൽഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അമ്മയുടെ ശരീരത്തിൽ ഓൾറെഡി RH ആൻറ്റിബോഡീസ് ഉണ്ടായിട്ടുണ്ട്. ആ ആൻറ്റിബോഡീസ് ഈ രണ്ടാമത്തെ കുട്ടിയുടെ RH ആൻറ്റിജനുമായി പ്രവർത്തിക്കുകയും അതിൽ കുട്ടിയുടെ RBCനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ കുട്ടി ജനിക്കുന്ന സമയത്ത് ദ ചൈൽഡ് ഈസ് ഡെലിവേർഡ് വിത്ത് സിവിയർ അനീമിയ ആൻഡ് ജോണ്ടിസ്. അപ്പോൾ RBCയുടെ ഡിസ്ട്രക്ഷൻ കാരണമാവുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് സിവിയർ അനീമിയയും ജോണ്ടിസ് മഞ്ഞപ്പിത്തവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഫസ്റ്റ് ചൈൽഡ് അല്ല, സെക്കൻഡ് ചൈൽഡിനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന കണ്ടീഷൻ സംഭവിക്കുന്നത്. അമ്മ RH നെഗറ്റീവ്, അച്ഛൻ RH പോസിറ്റീവ്. ഫസ്റ്റ് ചൈൽഡ് RH പോസിറ്റീവ് ആയാൽ അമ്മയുടെ ശരീരത്തിൽ RH ആൻറ്റിബോഡി ഉണ്ടാകും. ആ ആൻറ്റിബോഡി രണ്ടാമത്തെ ചൈൽഡ് RH പോസിറ്റീവ് ആണെങ്കിൽ ആ കുഞ്ഞിനെതിരെ പ്രവർത്തിക്കുകയും ആ കുഞ്ഞിൻ്റെ RBC ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അതിലെന്താണ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ക്ലോട്ടിംഗ് മെക്കാനിസം നോക്കൂ. പ്രോത്രോംബിൻ പ്രോത്രോംബിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രോത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കും. ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി കൺവേർട്ട് ചെയ്യുന്നത് പ്രോത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ആ ഫൈബ്രിൻ എന്താക്കി മാറ്റും? ഫൈബ്രിൻ ഫൈബേഴ്സായി മാറും. ആ ഫൈബേഴ്സിൽ RBCയും WBCയും കൂടെ എൻറ്റാങ്കിൾ ചെയ്യും. ആ എൻറ്റാങ്കിൾ ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ബ്ലഡ് ക്ലോട്ട്. ആ ബ്ലഡ് ക്ലോട്ടാണ് ബ്ലഡിനെ, ആ മുറിവിനെ സീൽ ചെയ്യുകയും ഫർദർ ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി കൺവേർട്ട് ചെയ്യുന്നത് പ്രോത്രോംബിൻ. പ്രോത്രോംബിൻ എന്താണ് ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ്? ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനേസിൻ്റെ സഹായത്താൽ പ്രോത്രോംബിനായി മാറുന്നു. പ്രോത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിനിൽ ഫൈബേഴ്സ് എൻറ്റാങ്കിൾ ചെയ്യപ്പെടുന്നു, ഫൈബേഴ്സായി മാറുന്നു. ഫൈബേഴ്സിൽ RBCയും WBC എൻറ്റാങ്കിൾ ചെയ്ത് അത് ബ്ലഡ് ക്ലോട്ടായി അല്ലെങ്കിൽ കൊയാഗുലം ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സും ഏത് ഭാഗത്താണോ മുറിവുണ്ടായത് ആ ഭാഗത്തുള്ള ഡാമേജ്ഡ് ടിഷ്യൂം കൂടെ റിലീസാക്കുന്നതാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ആ പ്രോത്രോംബിനേസ് ത്രോംബോപ്ലാസ്റ്റിനെ പ്രോത്രോംബിനാക്കി മാറ്റുന്നു. പ്രോത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ക്ലിയർ? ഫൈബേഴ്സിൽ RBCയും WBCയും കൂടെ എൻറ്റാങ്കിൾ ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ട് കിട്ടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഹാർട്ടിലേക്ക് കിടക്കുകയാണ്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. 4 ചേംബറുകളാണ്, 2 ഓറിക്കിൾസും 2 വെൻട്രിക്കിൾസും അല്ല. ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് 4 ചേംബേർഡ്, 2 ഓറിക്കിൾസ് ആൻഡ് 2 വെൻട്രിക്കിൾസ്. അതിൽ 2 ഓറിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ ഓറിക്കുലാർ സെപ്റ്റം അല്ലെങ്കിൽ ഇന്റർ എട്രിയൽ സെപ്റ്റം. വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ദെൻ ഓറിക്കിളിനെയും വെൻട്രിക്കിളിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുക ഓറിക്കുലോ വെൻട്രിക്കുലാർ സെപ്റ്റം. അപ്പോൾ 2 ഓറിക്കിൾ ഇന്റർ എട്രിയൽ സെപ്റ്റം, 2 വെൻട്രിക്കിൾ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ദെൻ റൈറ്റ് എട്രിയത്തിലേക്ക് വരുന്നത് ഏതൊക്കെയാണ്? സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും. റൈറ്റ് എട്രിയത്തിലേക്ക് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്നത്
സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും. സുപ്പീരിയർ വീനക്കാവ എന്ന് പറയുന്നത് ആൻറ്റീരിയർ പോർഷനിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഇൻഫീരിയർ വീനക്കാവ പോസ്റ്റീരിയർ പോർഷനിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇനി റൈറ്റ് എട്രിയം പോലെ ലെഫ്റ്റ് എട്രിയം. ലെഫ്റ്റ് എട്രിയത്തിലേക്ക് പൾമനറി വെയിൻസ് പ്യുവർ ബ്ലഡിനെ ലങ്സിൽ നിന്നും കൊണ്ടുവരും. ഓക്കെ, ലെഫ്റ്റ് എട്രിയത്തിലേക്ക് പൾമനറി വെയിൻസ് പ്യുവർ ബ്ലഡിനെ ലങ്സിൽ നിന്നും കൊണ്ടുവരുന്നു. ഇനി അപ്പോൾ റൈറ്റ് എട്രിയോ ലെഫ്റ്റ് എട്രിയോ ആയി. ഇനി റൈറ്റ് വെൻട്രിക്കിളോ? റൈറ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യും? പൾമനറി ആർട്ടറീസ് വഴി ഇംപ്യുവർ ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിലുള്ള ഇംപ്യുവർ ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് പൾമനറി ആർട്ടറീസ്. ഓക്കെ, അത് പ്യൂരിഫിക്കേഷന് ശേഷം പൾമനറി വെയിൻസ് ലെഫ്റ്റ് എട്രിയത്തിലേക്ക് കൊണ്ടുവരും. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എന്താണ്? പ്യുവർ ബ്ലഡ് ആണ്. അതിനെ ബോഡിയുടെ വേരിയസ് പാർട്ടിലേക്ക് അയോട്ട സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, റൈറ്റ് പോർഷൻ ഓൾവേസ് ക്യാരീസ് ഇംപ്യുവർ ബ്ലഡ് ആൻഡ് ലെഫ്റ്റ് പോർഷൻ ഓൾവേസ് ക്യാരീസ് പ്യുവർ ബ്ലഡ്. ഓക്കെ, ലെഫ്റ്റ് എട്രിയത്തിലേക്ക് പൾമനറി വെയിൻസ് പ്യുവർ ബ്ലഡിനെ കൊണ്ടുവന്നു. ആ പ്യുവർ ബ്ലഡ് ലെഫ്റ്റ് എട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തും. അതിനെ അയോട്ട ബോഡിയുടെ വ്യത്യസ്ത പോർഷനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ആ ബോഡിയുടെ വ്യത്യസ്ത പോർഷനിൽ നിന്നും വീനക്കാവ, സുപ്പീരിയർ വീനക്കാവ ആൻറ്റീരിയർ പോർഷനിൽ നിന്നും, ഇൻഫീരിയർ വീനക്കാവ പോസ്റ്റീരിയർ പോർഷനിൽ നിന്നും ഇംപ്യുവർ ബ്ലഡിനെ റൈറ്റ് എട്രിയത്തിലേക്ക് എത്തിക്കുന്നു. ആ റൈറ്റ് എട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഇംപ്യുവർ ബ്ലഡ് എത്തുന്നു. അത് പൾമനറി ആർട്ടറീസ് വഴി ലങ്സിലേക്ക് എത്തുന്നു. ഓക്കെ, ദെൻ ഇങ്ങനെ വെയിൻസും ആർട്ടറീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പണിങ്സിനെ ഗാർഡ് ചെയ്യുന്നത് വാൽവുകളാണ്. ഓപ്പണിംഗ് ഓഫ് പൾമനറി ആർട്ടറി ആൻഡ് അയോട്ട ഗാർഡഡ് ബൈ സെമി ലൂണാർ വാൾസ്. പൾമനറി ആർട്ടറിയുടെയും വെയിൻസിൻ്റെയും അയോട്ടയുടെ എല്ലാ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്നത് സെമി ലൂണാർ വാൾസ് ആണ്. ദെൻ റൈറ്റ് എട്രിയം റൈറ്റ് വെൻട്രിക്കിളിലേക്ക് തുറക്കുന്നതിനെ ഗാർഡ് ചെയ്യുന്ന വാൾവിൻ്റെ പേര് ട്രൈകസ്പിഡ് വാൽ. ലെഫ്റ്റ് എട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് തുറക്കുന്നത് വാൽവ് ബൈകസ്പിഡ് വാൽ. ഇതും എപ്പോഴും ചോദിക്കുന്നതാണ്, മാറിപ്പോവരുത്. റൈറ്റിന്ന് രണ്ട് റൈറ്റുകളുടെ ഇടയിൽ ട്രൈകസ്പിഡ് വാൽവും രണ്ട് ലെഫ്റ്റുകളുടെ ഇടയിൽ ബൈകസ്പിഡ് വാൽവും. ഓക്കെ, ക്ലിയർ? ഒരുപാട് ഓറിക്കിൾ വെൻട്രിക്കിൾ സുപ്പീരിയർ വീനക്കാവ ഇൻഫീരിയർ വീനക്കാവ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എളുപ്പമാണ്. ലെഫ്റ്റ് എപ്പോഴും പ്യുവർ ബ്ലഡ് ആണ്. ലെഫ്റ്റ് എട്രിയത്തിലേക്ക് പൾമനറി വെയിൻ പ്യുവർ ബ്ലഡ് കൊണ്ടുവരും. അതിനെ അയോട്ട വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തിക്കും. റൈറ്റ് എട്രിയത്തിലേക്ക് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും ഇംപ്യുവർ ബ്ലഡ് കൊണ്ടുവരും. അതിനെ പൾമനറി ആർട്ടറീസ് ലങ്സിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഭാഗം. ഇനി ആ സെമി ലൂണാർ വാൽവ്സ് എന്താണ്, ട്രൈകസ്പിഡ് വാൽവ് എന്താണ്, ബൈകസ്പിഡ് വാൽവ് എന്താണ് എന്ന് നോക്കുക. ട്രൈ എന്ന് പറയുമ്പോൾ രണ്ട് റൈറ്റുകളുടെ ഇടയിൽ ട്രൈ, റൈറ്റ് എട്രിയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ ട്രൈകസ്പിഡ് വാൽവ്, രണ്ട് ലെഫ്റ്റുകളുടെ ഇടയിൽ ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, ഇതും ചോദിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. ദെൻ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ, റിത്മിസിറ്റി ഓഫ് ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത് കാർഡിയാക് മസിൽസ് കൊണ്ടുണ്ടാക്കിയതാണ്, മയോജനിക് ഹാർട്ടാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു നോഡൽ ടിഷ്യൂവിൽ നിന്നാണ്. രണ്ട് ടൈപ്പ് നോഡൽ ടിഷ്യൂ ഉണ്ട്, SAN-ഉം AVN-ഉം, സൈനോ എട്രിയൽ നോഡ് ആൻഡ് ഓറിക്കുലാർ വെൻട്രിക്കുലാർ നോഡ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം SA നോഡ്. ആ SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് ഹാർട്ട് ബീറ്റിനെ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ബണ്ടിൽ ഓഫ് ഹിസ് വഴി പെർക്കിഞ്ചി ഫൈബേഴ്സ് വഴി എൻറ്റയർ വെൻട്രിക്കിളിൽ വ്യാപിക്കുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഹാർട്ടിൻ്റെ ആ കൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും ചോദിക്കുന്നത് വിച്ച് ഈസ് നോൺ ആസ് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. പേസ് മേക്കർ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? SAN, സൈനോ എട്രിയൽ നോഡ്. അതിൻ്റെ എക്സ്പാൻഷനും ചോദിക്കുക കേട്ടോ.
സൈനോ എട്രിയൽ നോഡ്, SAN. പേസ് മേക്കർ എന്ന് പറയും. പേസ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം എന്താ ചോദിക്കാറുണ്ട്. അതിന് പേസ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം എന്താ? ഹാർട്ട് ബീറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം SAN. അപ്പോൾ SAN, AVN, bundle of his Purkinje fibers and then entire ventricle. അപ്പോൾ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യും, ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ്. ദെൻ കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് എന്താ? കൺട്രാക്ഷനെ പറയുന്ന പേരാണ് സിസ്റ്റോളി, റിലാക്സേഷനെ പറയുന്ന പേരാണ് ഡയാസ്റ്റോളി. അപ്പോൾ ആദ്യം എട്രിയൽ സിസ്റ്റോളി, എട്രിയം കൺട്രാക്ട് ചെയ്യും. എട്രിയം കൺട്രാക്ട് ചെയ്താൽ ആ റെസ്പെക്റ്റീവ് സൈഡിലുള്ള വെൻട്രിക്കിൾസ് ഫില്ല് ചെയ്യും. അപ്പം നെക്സ്റ്റ് കാർഡിയാക് സൈക്കിളിലെ നെക്സ്റ്റ് ഇവൻറ്റ് വെൻട്രിക്കുലാർ ഫില്ലിങ്. അങ്ങനെ വെൻട്രിക്കുലാർ ഫില്ലിങ്, വെൻട്രിക്കിൾസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യും. വെൻട്രിക്കുലാർ സിസ്റ്റോളി, വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്ത് ഫൈനൽ സ്റ്റേറ്റിൽ എന്താണ്? ജോയിൻറ്റ് ഡയാസ്റ്റോളി. ഓറിക്കിൾസും വെൻട്രിക്കിൾസും എല്ലാം ഒരു റിലാക്സേഷൻ മോഡിലെത്തുന്നത് ഡയാസ്റ്റോളി. ഈ 4 സ്റ്റേജസ് ഉൾപ്പെടുന്നതാണ് കാർഡിയാക് സൈക്കിൾ. ഓക്കെ, എട്രിയൽ സിസ്റ്റോളി എപ്പോഴും കൺട്രാക്ഷൻ ആണ് എന്നാലോചിക്കുക. ഡയാസ്റ്റോളി എപ്പോഴും റിലാക്സേഷൻ ആണ്. എട്രിയൽ കൺട്രാക്ഷൻ നടന്നു, മുകളിലുള്ള അറകൾ എട്രിയല്ലേ, അപ്പോൾ അവിടെ കൺട്രാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ബ്ലഡ് വന്ന് വെൻട്രിക്കിളിൽ ഫില്ല് ചെയ്യും. അപ്പോൾ അവിടെ വാൽവുകൾ തുറക്കണം അല്ലേ? ബൈകസ്പിഡും ട്രൈകസ്പിഡ് വാൽവൊക്കെ തുറക്കും. അപ്പോൾ വെൻട്രിക്കുലാർ ഫില്ലിംഗ് നടക്കും. വെൻട്രിക്കിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? തിരിച്ച് എട്രിയത്തിലേക്ക് ബ്ലഡ് പോകാൻ പാടില്ല. അപ്പോൾ ബൈയും ട്രൈകസ്പിഡ് വാൽവും ക്ലോസ് ചെയ്യും. പകരം അയോട്ടയുടെ വാൾവും പൾമനറി ആർട്ടറിയുടെ വാൾവും തുറക്കും. അത് ഏതായിരുന്നു? സെമി ലൂണാർ വാൽവ്. അപ്പോൾ വെൻട്രിക്കുലാർ സിസ്റ്റോളി വഴി ലങ്സിലേക്കും ബോഡിയുടെ വേരിയസ് പാർട്സിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യും. ദെൻ ഡയാസ്റ്റോളി, ചെറിയൊരു റിലാക്സേഷൻ. ഓക്കെ, ഈ 3 ഇവൻറ്റ്സ് ആണ് കാർഡിയാക് സൈക്കിളിൽ വരുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ഹാർട്ട് സൗണ്ട്സ് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻസ്? ഹാർട്ട് സൗണ്ട്സ് ഏതെല്ലാം, അതെന്തെല്ലാമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ 2 സൗണ്ടുകൾ, ലബ് ആൻഡ് ഡബ് സൗണ്ട് അല്ലേ? ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ലബ് ഡബ് എന്നുള്ള രീതിയിലാണ് ബീറ്റ് ചെയ്യുന്നത്. ആ സൗണ്ടുകളാണ് ഹാർട്ട് സൗണ്ട്. ലബ് സൗണ്ട് എന്താണ്? ക്ലോഷർ ഓഫ് ബൈ ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്. ബൈകസ്പിഡ് വാൽവിൻ്റെയും ട്രൈകസ്പിഡ് വാൽവിൻ്റെയും ക്ലോഷറാണ് ലബ് സൗണ്ട്. ഡബ് സൗണ്ട് എന്താ? സെമി ലൂണാർ വാൽവിൻ്റെ ക്ലോഷറാണ്. ഓക്കെ, അപ്പോൾ ഹാർട്ട് സൗണ്ട് ഏതെല്ലാം, അതെന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാർഡിയാക് ഔട്ട്പുട്ട്, വാട്ട് ഈസ് സ്ട്രോക്ക് വോളിയം? സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് എന്താ നോക്കൂ. ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ പെർ ഹാർട്ട് ബീറ്റ്. ഓരോ ഹാർട്ട് ബീറ്റിലും ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവിനെ പറയുന്ന പേരാണ് സ്ട്രോക്ക് വോളിയം അല്ലേ? ഈ വെൻട്രിക്കുലാർ സിസ്റ്റോളി, വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ സമയത്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ വോളിയമാണ് സ്ട്രോക്ക് വോളിയം. ഒരു ബീറ്റിൽ 70 ml അല്ലേ? ഒരു ബീറ്റിൽ എത്രയാണ്? 70 ml ബ്ലഡാണ് പമ്പ് ചെയ്യുന്നത്. അതാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ബീറ്റുകളുണ്ട്? 72 ബീറ്റ്സ്. അപ്പോൾ ഒരു മിനിറ്റിൽ എത്രയായി? കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയത്തിനെ നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ് കൊണ്ട്, ഹാർട്ട് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. 70 ml-നെ 72 ബീറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് എബൌട്ട് 5000 ml, 5000 ml അല്ലെങ്കിൽ 5 liters ആണ് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. SAN-നെ ചോദിക്കാറുണ്ട്. പേസ് മേക്കർ എന്താ എന്ന് ചോദിക്കാറുണ്ട്. വൈ ഡസ് ഇറ്റ് ഈസ് കോൾഡ് പേസ് മേക്കർ? അതിനെ എന്തുകൊണ്ട് പേസ് മേക്കർ എന്ന് വിളിക്കുന്നു? ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അവിടെ നിന്നായതുകൊണ്ട്. ദെൻ കാർഡിയാക് സൈക്കിളിൻ്റെ വ്യത്യസ്ത ഇവൻറ്റ്സ് എന്തെല്ലാം, ഏതെല്ലാമാണ് 2 ഹാർട്ട് സൗണ്ട്സ്? ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ്.
ദെൻ ECG, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആ ചിത്രം ഞാനിവിടെ കാണിച്ചിട്ടില്ല, ആ ചിത്രം ടെക്സ്റ്റിൽ നോക്കണം കേട്ടോ. ചിത്രത്തിൽ ECGയുടെ 3 വേവ്സ് ഏതെല്ലാം, ആ വേവ്സ് എന്തിനെയെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നു. അനദർ ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ECGയുടെ വേവ്സ് ഏതെല്ലാം? P വേവ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് എട്രിയ, ഓറിക്കിളിൻ്റെ എക്സൈറ്റേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് P വേവ്. ദെൻ QRS കോംപ്ലക്സ് എന്ന് പറയുന്ന വേവ് ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് വെൻട്രിക്കിൾസ്, വെൻട്രിക്കിളിൻ്റെ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് QRS. ദെൻ T വേവ് റീപോളറൈസേഷൻ, ഇത് രണ്ടും ഡീപോളറൈസേഷൻ ആണ്, ഇത് മാത്രമാണ് റീപോളറൈസേഷൻ. അപ്പോൾ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഉള്ള 3 വേവുകൾ ഏതെല്ലാം, അത് ഇതിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കേട്ടോ. ഓക്കെ, P വേവ്, QRS കോംപ്ലക്സ് ആൻഡ് T വേവ്. ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് എട്രിയ, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആൻഡ് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. ഓക്കെ, then another important question, double circulation. ഡബിൾ സർക്കുലേഷനിൽ എന്തൊക്കെ വരും? പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ഉൾപ്പെടുന്നതാണ് ഡബിൾ സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡബിൾ സർക്കുലേഷനിൽ പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ, പൾമണറി നിങ്ങൾക്കറിയാം, പൾമനോളജിസ്റ്റ്. പൾമണറി എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാ? ലങ്സുമായിട്ട് അല്ലേ? നിങ്ങൾ പലരും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും പൾമനോളജിസ്റ്റ് ആവണം അല്ലേ, മെഡിസിൻ കിട്ടിയിട്ട് വേണം MD ചെയ്യുമ്പോൾ പൾമനോളജിസ്റ്റ് എക്സ്പെർട്ടൈസ് ചെയ്യാൻ അല്ലേ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നോക്കൂ, പൾമണറി എന്ന് പറയുമ്പോൾ ലങ്സുമായിട്ട്. അപ്പോൾ പൾമണറി ലങ്സിൻ്റെ ഇടയിലുള്ള സർക്കുലേഷൻ, ഇത് വളരെ ചെറിയൊരു സർക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ ലെസ്സർ സർക്കുലേഷൻ എന്ന് പറയും. ഇത് വലിയൊരു സർക്കുലേഷൻ ആയതുകൊണ്ട് ഗ്രേറ്റർ സർക്കുലേഷൻ എന്ന് പറയും. ഓക്കെ, പൾമണറിയും സിസ്റ്റമിക് സർക്കുലേഷനും ഉൾപ്പെടുന്നതാണ് ഡബിൾ സർക്കുലേഷൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പൾമണറി സർക്കുലേഷൻ എന്താണ്? പൾമണറി സർക്കുലേഷൻ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള, റൈറ്റ് ആവുമ്പോൾ എപ്പോഴും എന്താണ്? ഇംപ്യൂർ ബ്ലഡ്. ആ ഇംപ്യൂർ ബ്ലഡിനെ പൾമണറി ആർട്ടറി, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കേട്ടോ, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി എവിടേക്ക് കൊണ്ടുപോകുന്നു? ലങ്സിലേക്ക് കൊണ്ടുപോകുന്നു. ലങ്സിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത ഓക്സിജനേറ്റഡ് ബ്ലഡിനെ പൾമണറി വെയിൻ എവിടേക്ക് കൊണ്ടുവരുന്നു? ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് കൊണ്ടുവരുന്നു. ഇത്രയും സർക്കുലേഷനാണ് പൾമണറി സർക്കുലേഷൻ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക്, ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഓറിക്കിളിലേക്ക്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി, ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ. ഓക്കെ, ഇത് പൾമണറി സർക്കുലേഷൻ. ഇനി സിസ്റ്റമിക് സർക്കുലേഷനിൽ എന്താ വരിക? ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലഡ്. ലെഫ്റ്റ് വെൻട്രിക്കിളിലെ പ്യുവർ ബ്ലഡ് അയോട്ട ഡിഫറെൻ്റ് ആർട്ടറീസ് വഴി ബോഡിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും എല്ലാം ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് തിരിച്ച് റൈറ്റ് എട്രിയത്തിലേക്ക് കൊടുക്കുന്നു. ആ സർക്കുലേഷനാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷനിൽ ആരാ ഉൾപ്പെടുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ, ബോഡി പാർട്സ് ആൻഡ് റൈറ്റ് ഓറിക്കിൾ. ഓക്കെ, ഇവിടെ റൈറ്റ് വെൻട്രിക്കിൾ, ലങ്സ് ആൻഡ് ലെഫ്റ്റ് ഓറിക്കിൾ. അപ്പോൾ ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് ഡബിൾ സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ ഗ്രേറ്റർ സർക്കുലേഷൻ എന്നറിയപ്പെടുന്നു, പൾമണറി സർക്കുലേഷൻ ലെസ്സർ സർക്യൂട്ട് എന്നറിയപ്പെടുന്നു. ക്ലിയർ? ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ട്ടോ. ദെൻ ഹാർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസോർഡേഴ്സ് ആണ്. ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ. അപ്പം നോർമൽ ബ്ലഡ് പ്രഷറിനേക്കാൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക. അപ്പം നോർമൽ എത്രയാണ്? നോർമൽ എന്ന് പറയുന്നത് 120/80 ആണ്. അപ്പോൾ ആ 120/80 ഇൻക്രീസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഒരു ടെസ്റ്റിൽ ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചത് കൊണ്ട് അതിനെ ഹൈപ്പർ ടെൻഷനാണെന്ന് കണക്കാക്കില്ല. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ
അത് ഇൻക്രീസ് ചെയ്ത ലെവലിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ. നോക്കൂ, കണ്ടിന്യൂസ് റൈസ് ഇൻ ബ്ലഡ് പ്രഷർ ഹയർ ദാൻ നോർമൽ ഈസ് നോൺ ആസ് ഹൈപ്പർ ടെൻഷൻ. 120/80 ആണ് നോർമൽ. 120 എന്ന് പറയുന്നത് കൺട്രാക്ഷൻ സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയാസ്റ്റോളിക് പ്രഷറുമാണ്. അപ്പോൾ ഇത് എപ്പോഴും ഈ റേഞ്ചിന് മുകളിൽ വന്നാൽ അതിനെ പറയുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ. ദെൻ അനദർ വൺ കാഡ്, അത്തീറോസ്ക്ലീറോസിസ് എന്നുള്ള പേരിലും അറിയപ്പെടും. അപ്പോൾ അതിന് കാരണം എന്താ? ഫാറ്റും കൊളസ്ട്രോളും കാൽഷ്യവും എല്ലാം ആർട്ടറീസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആർട്ടറിയുടെ ലൂമൻ എന്ന് പറയുന്നത് വളരെ നാരോ ആവുന്നു. അതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണ് കാഡ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ അത്തീറോസ്ക്ലീറോസിസ്. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എൻജൈന. എൻജൈന എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിൻ. വെൻ ഇനഫ് ഓക്സിജൻ ഈസ് നോട്ട് റീച്ചിങ് ഹാർട്ട് മസിൽ, ഹാർട്ടിലെ മസിൽസിൽ ഓക്സിജൻ എത്താത്ത അവസ്ഥയിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നു. അതിനെ പറയുന്നത് എൻജൈന. എൻജൈന പെക്ടോറിസ്, പെക്ടറൽ ഈ ഭാഗത്ത് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പെക്ടറൽ ഭാഗത്തായതുകൊണ്ട് അൻജൈന പെക്ടോറിസ് എന്ന് പറയും. ദെൻ ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഈസ് നോട്ട് പമ്പിങ് ദ ബ്ലഡ് ഇഫക്റ്റീവ്ലി ഇനഫ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ ബോഡി. ബോഡിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഹാർട്ടിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിനെ പറയുന്ന പേരാണ് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നത്. ദെൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. അതിലൊന്ന് വരുന്നത് ECGയുടെ ഡയഗ്രാം കാണിച്ച് അതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിലെ വേവ്സ് ഏതെല്ലാമാണ്, ECGയുടെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്. അപ്പോൾ ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കണ്ടെത്താനാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. നമ്മൾ ആ വേവ് ഏതെല്ലാമാണ് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ മേക്ക് എ ഫ്ലോ ചാർട്ട് ഷോയിങ് കാർഡിയാക് ഇമ്പൾസ് കണ്ടക്ഷൻ യൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ്. അതായത് നമ്മൾ ആ SAN, AVN, ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞില്ലേ, ആ ടേംസ് ഉപയോഗിച്ച് ആ ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. കാർഡിയാക് ഇമ്പൾസിൻ്റെ കണ്ടക്ഷൻ. അപ്പോൾ SAN എന്ന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുക. SANൽ നിന്ന് AVN, ദെൻ ബണ്ടിൽ ഓഫ് ഹിസ്, Purkinje fibers to ventricle. Okay, which part is known as pacemaker എന്ന് ചോദിച്ചിട്ടുണ്ട്. SA നോഡാണ് എന്ന് ആലോചിക്കുക കേട്ടോ. Then another question, blood coagulation is a mechanism to prevent the excessive loss of blood. Identify the enzyme helps the conversion of inactive fibrinogen. ഫൈബ്രിനോജനെ ഫൈബ്രിൻ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കി മാറ്റാൻ സഹായിക്കുന്നത് ആരായിരുന്നു? പ്രോത്രോംബിൻ അല്ലേ. മെൻഷൻ ദ റോൾ ഓഫ് ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസ് എന്താ ചെയ്ത്? ത്രോംബോപ്ലാസ്റ്റിനെ പ്രോത്രോംബിനാക്കി മാറ്റുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ്. ദെൻ ECGയുടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലഡ് സെൽസിൻ്റെ ഗ്രാനുലോസൈറ്റ്, എഗ് ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്ന ആ കോളം മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാനുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് WBC, ഗ്രാനുലോസൈറ്റ്, എഗ് ഗ്രാനുലോസൈറ്റ്, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ എന്നൊക്കെ തന്നിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാനുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ അനദർ ക്വസ്റ്റ്യൻ, SA node ഹാസ് കീ റോൾ ഇൻ റിതമിക് ആക്ടിവിറ്റി ഓഫ് ഹ്യൂമൻ ഹാർട്ട്, ഗിവ് റീസൺ. അപ്പോൾ SA നോഡിൽ നിന്നാണ് ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ആൻസർ കേട്ടോ. ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഓഫ് എ പേഷ്യൻറ്റ് ബ്ലഡ് പ്രഷർ ഈസ് നോട്ടഡ് ആസ് 140/90. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? കണ്ടിന്യൂസ് റൈസ് ഇൻ ബ്ലഡ് പ്രഷർ ഹയർ ദാൻ നോർമൽ, അതായത് ഹൈപ്പർ ടെൻഷൻ ആണ്. ഹാർട്ടിൻ്റെ ഡയഗ്രാം ചോദിച്ച് ലാബൽ ചെയ്യാൻ പാർട്ടുകൾ ഏതൊക്കെയാണ്, അയോട്ട, ദെൻ സുപ്പീരിയർ വീനക്കാവ്, അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ അനദർ ക്വസ്റ്റ്യൻ, സൈനോ അട്രിയൽ നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പേസ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം എന്താ? അവിടെ നിന്നാണ് ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഡിഫൈൻ കാർഡിയാക് സൈക്കിൾ ആൻഡ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സമയത്ത് ഹാർട്ടിൽ നടക്കുന്ന ഇവൻസിനെ പറയുന്ന പേരാണ് കാർഡിയാക് സൈക്കിൾ. നമ്മൾ പറഞ്ഞ 4 സ്റ്റേജസ്.
atrial contraction, ventricular filling, then ventricular systole, joint diastole. അതാണ് കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് ഔട്ട്പുട്ട് എന്താ? സ്ട്രോക്ക് വോളിയത്തിനെ നമ്പർ ഓഫ് ബീറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് കാർഡിയാക് ഔട്ട്പുട്ട്. ദെൻ മേക്ക് എ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഓഫ് ഹ്യൂമൻ ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, ഡബിൾ സർക്കുലേഷൻ്റെ ചിത്രം വരയ്ക്കാൻ നമ്മൾ നേരത്തെ കണ്ട ആ ചിത്രം വരയ്ക്കാൻ കേട്ടോ. ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ. നമ്മൾ ഡിസ്കസ് ചെയ്തു ന്യൂട്രോഫിൽ, എറിത്രോസൈറ്റ്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ, ഈസ്നോഫിൽ. അപ്പോൾ അതിൽ ഓഡ് വൺ, അതിൽ ഏതാണ് അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് സാധാരണ ചോദിച്ചു കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ മോണോസൈറ്റിൻ്റെ പേഴ്സൻറ്റേജും എല്ലാം തന്നിട്ട് അബ്നോർമൽ കോൺസ്റ്റിറ്റ്വൻറ്റ് ചിലത് കൂടിയിട്ട് തരും. അപ്പോൾ അബ്നോർമൽ കോൺസ്റ്റിറ്റ്വൻറ്റ് ഏതാണ് എന്ന്, അപ്പോൾ ആ ബ്ലഡ് കമ്പോണൻറ്റിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ന്. അബ്നോർമൽ കോൺസ്റ്റിറ്റ്വൻറ്റ് അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നോർമൽ റേഞ്ച് അറിയണം അല്ലേ? ആ നോർമൽ റേഞ്ച് അറിഞ്ഞാലേ നമുക്ക് അബ്നോർമൽ ആണോ നോർമൽ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചാർട്ടിൽ കോളത്തിൽ പഠിച്ച നോർമൽ റേഞ്ച് പഠിക്കുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്തു നിന്ന് പൊതുവേ ചോദിച്ചു വരാറുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.